ആർ ശ്രീലേഖ എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. കേരളത്തിലെ ആദ്യത്തെ IPS ഓഫീസർ. ഇപ്പോൾ DGP ആയിട്ട് റിട്ടയർഡ് ആയി. പുള്ളിക്കാരിയുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് യൂട്യൂബിൽ വീഡിയോസ് ഇടുക, അതുപോലെ തന്നെ റൈറ്റിംഗ്, വ്ളോഗിംഗ്, സോഷ്യൽ വർക്കിംഗ് ഒക്കെയാണ്. വിഷയം അതൊന്നുമല്ല. സർക്കാർ 3 ദിവസത്തെ ആർത്തവ അവധി പ്രഖ്യാപിച്ചല്ലോ. ഇതിനെതിരായി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ക്ലാസ്സിൽ പോകാതിരുന്നാൽ അത് എല്ലാവരും അറിയില്ലേ, നാണക്കേടല്ലേ എന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, പീരീഡ്സ് എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും വരുന്നൊരു പ്രക്രിയയല്ലേ? ഏതൊരു പെൺകുട്ടിയും അമ്മയാകാൻ തയ്യാറെടുക്കുന്നൊരു പ്രക്രിയ എന്ന് പറയാം. അതിനെ ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നില്ലേലും നിങ്ങളെ പോലുള്ളവർക്ക് സമൂഹത്തിന് മാതൃകയാകേണ്ട വ്യക്തികളല്ലേ? ആദ്യം ഇത്തരം മോശം ചിന്താഗതികൾ സമൂഹത്തിൽ പരത്താതിരിക്കാൻ ശ്രമിക്കുക. കാരണം വളർന്നു വരുന്ന തലമുറകളിൽ ഇത്തരം ചിന്താഗതി ഉണ്ടാകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം ചിന്താഗതികൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തും പരക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് പഴമക്കാരെ തിരുത്താൻ കഴിയില്ല. കാരണം അവർ വളർന്നു വന്ന രീതിയും ജീവിത സാഹചര്യവും ഒക്കെ വെച്ച് അവർ പറയുന്നതാണ് ശരി എന്നൊരു ഭാവം അവർക്കുണ്ടാകും. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ചെറിയൊരു അഡ്വൈസ് ഉള്ളത് ഗവൺമെന്റിനോടാണ്. ഈ പുസ്തകത്തിലെ അറിവുകൾ മാത്രം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാതെ ചെറിയ അവയർനെസ് ക്ലാസ്സോ ക്യാമ്പയിനോ ഒക്കെ പീരീഡ്സിനെ പറ്റി സജ്ജീകരിച്ചാൽ അത് എന്തുകൊണ്ടും നന്നായിരിക്കും. കാരണം വരും തലമുറകൾക്ക് ഇത്തരം മോശം അറിവുകൾ പകരാതിരിക്കാൻ അത് ഉപകരിക്കും. ഇതെനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.